നീ ഇതെവിടെ പോവാന്ന്? എടാ റൊണാൾഡേ, ഈ ചെറുക്കൻ ഇത് എന്തിന്റെ കേടാന്ന് അവിടെ? അത് അന്നേരത്തെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞു വരുമ്പോഴത്തെ റെഡിയാക്കി വെക്കാം. മെക്കാനിക് വന്ന് നോക്കി എത്ര രൂപയാന്ന് പറഞ്ഞു. ഒരു കാര്യത്തിന് വിളിച്ചാൽ മതി, വരാൻ പറ്റൂല. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പിന്നെ ചെല്ലുന്നേക്കാണ്. ഞാൻ എന്തോ ഇങ്ങോട്ട് വാ, ഇവൻ എന്താണ്ടൊക്കെ ഒപ്പിക്കണ്ട് ഇവിടെ. എന്തെടുക്കാൻ പോയാണ്? വണ്ടി പണിയാന്. ഒരു വണ്ടിയും പണിയണ്ട, മാറങ്ങോട്ട്. നീ എന്തോ ലില്ലിപ്പണ്ണി പറയുന്നത്? അത് അന്നേരത്തെ ദേഷ്യത്തിന് പുള്ളിക്കാരൻ പറഞ്ഞു. ഇതിപ്പോ നീ കണ്ടോ, വരുമ്പോഴത്തേന് വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കി കൊടുത്ത ഒരു പൈനുള്ള വൈദ്യുതി എനിക്ക് വേണ്ട വേണ്ട വേണ്ട, ഒരു നന്നാക്കലും വേണ്ട, ഒരു സ്റ്റാർട്ടാക്കലും വേണ്ട. പോയപ്പോഴും കൂടെ പറഞ്ഞു കിട്ടില്ലേ, ആ പൊസിഷൻ പോലും മാറരുതെന്ന്. അടി അത് ദേഷ്യം കൊണ്ട് പറഞ്ഞില്ലേ? ആ ദേഷ്യം ഇപ്പോഴൊന്നും തീരൂല. നിനക്ക് എന്താ, നീ ആ വിളിച്ചപ്പോ ഇങ്ങ് വന്നാ മതിയായിരുന്നല്ലോ. വിളിച്ചപ്പോ വരാൻ പറ്റി. എന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അന്നേരം പറയാഞ്ഞിട്ടാ ചേച്ചി. ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ സ്റ്റാർട്ടായില്ല, അത് കേട്ടോണ്ടാണ് അച്ചാച്ചൻ എഴുന്നേറ്റ് പോയത്. എന്റെ ലിപ്പിന്റെ വയറിനകത്ത് മുരൾച്ച കാരണം ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. സാധാരണ ഈ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവത്തില്ലല്ലോ, അങ്ങനെ കിക്കർ അടിച്ച് റെഡിയാക്കി എടുത്തോണ്ട് പോകുന്നത്. ആ ഒരു ധൈര്യത്തിലല്ലേ ഞാൻ പോയി. ഞാൻ അറിഞ്ഞു ഇത് കംപ്ലൈന്റ് ആയിട്ടിരിക്കുവാന്ന്. ഇനി ഒന്നും വേണ്ട, പോയച്ചാ മതി. അവിടെ വേ. ഇതിപ്പോ ഞാൻ പണിഞ്ഞ കാര്യം നിങ്ങൾ രണ്ടുപേരും പറയണ്ട. പിന്നെ ആര് പണിഞ്ഞെന്ന് പറയാം, ഞങ്ങൾ രണ്ടും കൂടി പണി ശരിയായെന്ന് ഒരു ചാറ്റോളൂ. പിന്നെ വെച്ചിട്ട് പോ. ഇവിടുന്ന് അനക്കിയില്ലല്ലോ അല്ലേ വണ്ടി? അനക്കി 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 ചേച്ചി വണ്ടി അതൊന്നും തിരക്ക്. ഞാൻ ആവശ്യം പറഞ്ഞു വിളിക്കുക. ഒരു കാര്യം ഞാൻ പറയാം, ഇനി അങ്ങാര് വന്ന് എൻ്റെ അടുത്ത് ഈ വണ്ടി ശരിയാക്കണം എന്ന് പറഞ്ഞാൽ പോലും റൊണാൾഡോ ശരിയാക്കട്ടെ. ചാട്ടവും വേളം കൊണ്ടിരുന്ന വണ്ടി ശരിയാവത്തില്ല. എല്ലാത്തിനും ഭ്രാന്തായിരുന്നു ഇവിടെ, എല്ലാത്തിനും ഭ്രാന്താ. നിങ്ങൾ എന്നെ കണ്ടുപിടിച്ച് നോക്ക്, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഈ ഒന്നും ചെയ്തില്ല, പച്ചപ്പാവം. എന്റെ ലില്ലിപ്പണ്ണ എന്റെ രാവിലത്തെ അവിടുത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തോണ്ടാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്നില്ലേ? വന്നല്ലോ. വന്നിട്ട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് അങ്ങ് കൽപ്പിക്കുവായിരുന്നല്ലോ. അത് സ്റ്റാർട്ട് ചെയ്യ്, മറ്റേ ചോക്ക് വലിക്ക്, അത് വലിക്ക്, ഇത് വലിക്ക്. അത് എന്തേലും അത് കിക്കർ അടിച്ചോ, ചോക്ക് പിടിച്ചിട്ട് സ്റ്റാർട്ട് ആയാലും എന്നിട്ട് ടൂൾസ് എടുത്താൽ മതിയല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. എടാ എല്ലാം ഇവിടെ ഉള്ളവർ ചെയ്യാനാണെങ്കിൽ പിന്നെ നീ മെക്കാനിക്കാന്ന് പറഞ്ഞു നടക്കണ എന്തിനാ? അല്ലെങ്കിൽ ലില്ലി ഇവനോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഒരു ഒടുക്കത്ത ജാട. ഒന്ന് കടയിൽ പോകാൻ പറഞ്ഞു നോക്കിയേ. ഈ ജാട കാണിക്കില്ല. ഇനി ജാട കാണിച്ചാലും എന്തോ കാണിച്ചാലും അവസാനം ഞാൻ തന്നെ പോണല്ല. ജാട ഇഷ്ടപ്പെടൂല. ആ ഒരു ജാട കാണിച്ചില്ല. ഇല്ല. പറഞ്ഞാൽ മതിയല്ലോ. അല്ല, അപ്പൊ ഇവിടെ ആരെങ്കിലും നെഞ്ചുവേദന എടുത്ത് വീണെന്ന് വെച്ചോ, അപ്പോഴും നീ ഇതെല്ലാം കഴിഞ്ഞിട്ടേ വരുള്ളോ? അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അതുപോലാണ്. അതേപോലെയൊക്കെ തന്നെ. എന്റെ പൊന്നെ, എല്ലാത്തിനും ഈ ചെറുക്കനെ എന്തിനും നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത്? ഞാൻ പറയാല്ലേ, ഈ കാര്യത്തിൽ കനകനാണ് കുറ്റക്കാരൻ. അല്ല, അവൻ്റെ വലിയ ആവശ്യം. അപ്പോൾ അവൻ വേണം ശ്രമിക്കാനുള്ളത്. എല്ലാ കാര്യത്തിലും അവനൊരു പോലീസ് ചട്ടം. ഒരു 10 മിനിറ്റ് കാത്തിരുന്നെങ്കിൽ ചെറുക്കൻ ശരിയാക്കി കൊടുക്കൂലായിരുന്നു. അവന് മെക്കാനിക്കലിനെ വിളിക്കണം. അല്ലേ, എന്തിനാണ് ഇനിയിപ്പോൾ അവനെ വിളിച്ച് പൈസ കൊടുക്കാനും അതിന്? നീ നിന്റെ കാര്യം നോക്കി തീർക്കാം.